എത്ര അധ്യായങ്ങൾ വെച്ചുണ്ട് ഓരോ സ്കന്ധത്തിലും എന്ന് പറയുകയാണ്. ഈ പുരാണത്തിൽ 12 സ്കന്ധങ്ങളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. 1-ാം സ്കന്ധത്തിൽ 20-ഉം 2-ാം സ്കന്ധത്തിൽ 12-ഉം 3-ാം സ്കന്ധത്തിൽ 30-ഉം 4-ാം സ്കന്ധത്തിൽ 25-ഉം 5-ൽ 35-ഉം 6-ൽ 31-ഉം 7-ൽ 40-ഉം 8-ൽ 24-ഉം 9-ൽ 50-ഉം 10-ൽ 13-ഉം 11-ൽ 24-ഉം 12-ാം സ്കന്ധത്തിൽ 14 അധ്യായങ്ങളുണ്ട്. തുടക്കത്തിലെ എന്തിനാ ഇതൊക്കെ പറയണത്? പ്രിപ്പയർഡായിട്ടിരിക്കാൻ. കേൾക്കാൻ പോകുന്നതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അക്ഷമയുണ്ടാകും. അങ്ങനെ അക്ഷമയുണ്ടാകാതിരിക്കാൻ, അക്ഷമരായി തീരാതിരിക്കാൻ ആണ് സൂതൻ താൻ പറയാൻ പോകുന്ന കഥകളുടെ വ്യാപ്തിയെപ്പറ്റി നേരത്തെ ഒരറിവ് തന്നത്. ഒരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ എത്ര നേരമുണ്ട് ആ സിനിമ എന്നറിഞ്ഞാൽ ക്ഷമയോടുകൂടി നമുക്കിരുന്ന് കാണാൻ സാധിക്കും. ചെറിയ സിനിമയാണ് എന്ന് വിചാരിച്ചു പോയിട്ട് സിനിമ വലുതായാൽ അക്ഷമയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ ഇല്ലാതാക്കി കളയാനാണ് ഇത് പറയുന്നത്. കേൾക്കുന്നതിൻ്റെ വ്യാപ്തിയെപ്പറ്റി അറിഞ്ഞ് നമുക്കും ബാധകമാണിത്. കാരണം കേൾക്കാൻ പോകുന്നത് ചെറുതല്ല, വളരെ ബൃഹത്തായതാണ്. അപ്പോൾ ചിലത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും. ആ സംശയങ്ങൾ പിന്നീട് കേൾക്കുമ്പോൾ മാറുകയും ചെയ്യും. അപ്പം നമുക്ക് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളും പുരാണം പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഇല്ലാതെയാകും. അങ്ങനെ ഈ പുരാണത്തിലാകെ 318 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും ഉള്ളതായി വ്യാസൻ പറഞ്ഞിരിക്കുന്നു. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണി ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം. 5 ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം. ഏതൊക്കെയത്? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരങ്ങൾ, വംശാനുചരിതം എന്നിങ്ങനെ 5 ലക്ഷണങ്ങളുള്ളവയാണ് പുരാണങ്ങൾ. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരങ്ങൾ, വംശാനുചരിതം. ഇതൊക്കെ ഇൻഫർമേഷൻ മാത്രമാണ്. പക്ഷേ ഈ ഇൻഫർമേഷനൊക്കെ നമ്മൾ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഇത് ഒരു പുരാണമാണ്. ഇങ്ങനെ 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ. എത്ര വ്യാപ്തിയുള്ളതാണ് ഭാരതീയ സംസ്കൃതി എന്നുള്ളത് ഒന്ന് ഓർക്കുക. അതായത് സർഗം, പ്രതിസർഗം തുടങ്ങിയവ യഥോചിതം വർണ്ണിച്ചിരിക്കണമെന്ന് അർത്ഥം. അതൊന്നും ചുരുക്കി പറഞ്ഞാൽ പറ്റില്ല. എല്ലാം കൃത്യമായിട്ട് വിസ്തരിക്കണം. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. ചിലത് കേൾക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ വിസ്തരിക്കുന്നതെന്നൊക്കെ തോന്നും. ആ ബോറടിക്കുന്നതും കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് പരമമായതിലെത്തുക. ഏതു കാര്യവും നാം ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ ബോറടിയുടെ ഒരു ഘട്ടമുണ്ട്. അതെന്തായാലും ഉണ്ട്. അതിനെ ആരാണോ തരണം ചെയ്യുന്നത് അവർക്കു മാത്രമേ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സർഗം, പ്രതിസർഗം തുടങ്ങിയവ യഥോചിതം വർണ്ണിച്ചിരിക്കണം എന്ന് അർത്ഥം. ഇനി അവ എന്തൊക്കെയാണെന്ന് വിസ്തരിക്കുകയാണ്. നിർഗുണായ സദാ നിത്യ വ്യാപിക വികൃതാ ശിവ യോഗഗമ്യാഖിലാധാര തുരീയാ യാച സംസ്ഥിത തസ്യാസ്തു സാത്വികീ ശക്തി രാജസീ താമസീ തഥാ മഹാലക്ഷ്മീ സരസ്വതീ മഹാകാളീതി താസ്ത്രയ താസാം തിസൃണാം ശക്തീനാം ദേഹാംഗീകാരലക്ഷണ സൃഷ്ട്യർത്ഥം ച സമാഖ്യാത സർഗ ശാസ്ത്ര വിശാരദൈഹി. സർഗം എന്താണ് എന്ന് വിശദീകരിക്കുന്നു. നിത്യയും സർവവ്യാപിയും ഒരിക്കലും വികാരം പ്രാപിക്കാത്തവളും. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം സംഭവിക്കാത്തവൾ. പലതായി തീർന്നു കഴിഞ്ഞാലും അവളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പാല് തൈരായി കഴിഞ്ഞാൽ പാലില്ല പിന്നെ, കാരണം പാല് മാറി. അതുപോലല്ല ഈ മാറ്റങ്ങൾ. ദേവി പലതായി തീരുമ്പോഴും
ദേവിയുടെ തനതായിട്ടുള്ള സ്വഭാവത്തെ ദേവി നിലനിർത്തുന്നു. വികാരം പ്രാപിക്കാത്തവളും മംഗളസ്വരൂപിണിയും. അമംഗളമായത് പലതും നമ്മൾ ഈ നാട്ടിൽ കാണും. ആ അമംഗളമായതും വാസ്തവത്തിൽ മംഗളം തന്നെയാണ്. ഒരു സിംഹം മാനിനെ പിടിക്കുമ്പം മാനിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ അത് അമംഗളം, സിംഹത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ അത് മംഗളം, നല്ലതാണ്. സിംഹത്തിന് വിശപ്പടക്കാൻ ആഹാരം കിട്ടുകയാണ്. നേരെ മറിച്ച് മാനിനോ അതിൻ്റെ പ്രാണൻ പോവുകയാണ്. അപ്പോൾ നോക്കുന്ന ദിക്കനുസരിച്ച് മാറി മാറി വരും പലതും. പക്ഷെ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ആകമാനം മംഗളകരമായതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവണൻ സീതയെ കട്ടുകൊണ്ട് പോവുകയാണ്, അത് അമംഗളമായ കാര്യമാണ്. പക്ഷെ രാമായണം മുഴുവനും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മംഗളകരമായ അനുഭവമാണ് ഉണ്ടാവുക. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ ചിലപ്പോൾ അത് മോശമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ വിശാലമായ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം മംഗളകരമായതിൻ്റെ ഇരിപ്പിടമാണ്. അതുകൊണ്ട് അവൾ മംഗളസ്വരൂപിണിയും യോഗം കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നവളും. വേറെ ഒന്നും കൊണ്ട് ഇവളെ പ്രാപിക്കാൻ പറ്റില്ല, യോഗം കൊണ്ട് മാത്രമേ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാത്തിനും ആശ്രയവും നാലാമത്തെ തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളുമായ യാതൊരു ദേവിയുണ്ടോ? അപ്പം ദേവിയെ വിസ്തരിക്കും, ഇനി ഇതങ്ങോട്ട് വിസ്തരിച്ച് പറയും. ഇപ്പോൾ ഒന്ന് സൂചന തരുന്നേ ഉള്ളൂ. എല്ലാത്തിനും ആശ്രയമാണ് ഈ ദേവി. ഇന്നത്തെ കാലത്ത് വിശേഷിച്ചും മാറി മാറി വരുന്ന സർക്കാരുകൾ നൽകുന്ന വാഗ്ദാനങ്ങളെ ആശ്രയിക്കാൻ നമുക്ക് സാധ്യമല്ല. സർക്കാരുകളുടെ വ്യത്യസ്ത സംവിധാനങ്ങളെയും നമുക്ക് ആശ്രയിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരെ ആശ്രയിക്കും? പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ ഈശ്വരനെ അല്ലാതെ. അതുകൊണ്ട് എല്ലാത്തിനും ആശ്രയവും ദേവിയാണ്. നാലാമത്തെ തുരീയാവസ്ഥയിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, ഇത് മൂന്നും നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇതല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അങ്ങനെയുള്ള യാതൊരു ദേവിയുണ്ടോ? ആ ദേവിയുടെ സാത്വികം, രാജസം, താമസം എന്നീ 3 ശക്തികളാണ്. സാത്വിക ശക്തി മഹാലക്ഷ്മി, രാജസ ശക്തി സരസ്വതി, താമസ ശക്തി മഹാകാളി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. ചിലയിടത്ത് താമസ ശക്തി മഹാകാളി, രാജസ ശക്തി മഹാലക്ഷ്മി, സാത്വിക ശക്തി മഹാസരസ്വതി. ദേവി മഹാത്മ്യത്തിലൊക്കെ നമുക്ക് അങ്ങനെ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പം ചെറുതായിട്ട് മാറും. എന്ന 3 സ്ത്രീ ശക്തിഭേദങ്ങൾ. ആ ദേവിക്ക് 3 ശക്തിഭേദങ്ങൾ, സാത്വിക, രാജസിക, താമസികം അനുസരിച്ച് 3 ഭേദങ്ങൾ. സൃഷ്ടിക്ക് വേണ്ടി ഈ 3 ശക്തികളെ മൂർത്തി രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്ന വസ്തുതകളാണ് സർഗം എന്ന ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ഈ ഗുണത്രയങ്ങളുടെ ചേരുവകളാണ് ഈ പ്രപഞ്ചം. ഗുണത്രയങ്ങൾ ദേവിയാണ്. ആ ദേവിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ത്രിഗുണാത്മികയായ ദേവിയുടെ വർണ്ണന, വിസ്തരിച്ചിട്ടുള്ള വിവരങ്ങളാണ് സർഗം എന്ന് പറയുന്നത്. ഹരിദ്രുഹിണ രുദ്രാണാം സമുത്പത്തിസ്തത സ്മൃത പാലനോത്പത്തിനാശാർത്ഥം പ്രതിസർഗസ്മൃതോ ഹി സ. വിഷ്ണു, ബ്രഹ്മാവ്, രുദ്രൻ എന്നിവരുടെ ഉൽപ്പത്തിയാണ് പിന്നീട് പറയുന്നത്. പരിപാലനം, സൃഷ്ടി, വിനാശം എന്നിവയെ മുൻനിർത്തിയാണ് ഇവരുടെ സൃഷ്ടി. ഇതാണ് പ്രതിസർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർഗം ദേവിയുടെ വിവരങ്ങളാണ്. പ്രതിസർഗം ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ വിശകലനങ്ങളും വിവരങ്ങളുമാണ്. സോമസൂര്യോദ്ഭവാനാം ച രാജ്ഞാം വംശപ്രകീർത്തനം ഹിരണ്യകശിപ്വാദീനാം വംശാസ്തേ പരികീർത്തിത. സോമസൂര്യവംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെയും, സോമവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും സൂര്യവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും, ഈ 2 വംശത്തിലാണ് രാജാക്കന്മാർ പണ്ട് ഉണ്ടായിരുന്നത്.
സോമസൂര്യ വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെയും ഹിരണ്യകശിപു തുടങ്ങിയവരുടെയും വംശവർണ്ണനയാണ് വംശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. രാജാക്കന്മാരുടെ മാത്രം വംശവർണ്ണനയല്ല, അസുരന്മാരുടെയും വംശവർണ്ണന അതിൽ പെടും.